തുർക്കിയിലും സിറിയയിലുമുണ്ടായ ഭൂകമ്പത്തിൽ മരണം 4000 കടന്നു. അവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 14,000-ഓളം പേർക്കാണ് ദുരന്തത്തിൽ പരിക്കേറ്റത്. കരിഷ്മയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കരിഷ്മ, അത്യന്തം ദുഃഖകരമായ വാർത്ത. 4000-ത്തിലധികമായിരിക്കുന്നു രണ്ട് രാജ്യങ്ങളിലുമായി മരണം എന്നുള്ളത്. എന്താണ് ഇപ്പോൾ സാഹചര്യം? ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 4300-ലധികം ആളുകൾ മരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വരും മണിക്കൂറുകളിൽ മരണസംഖ്യ ഉയരാനാണ് സാധ്യത. കാരണം ഇന്നലെ തുർക്കി പ്രാദേശിക സമയം 4:17 കൂടെയാണ് ഭൂചലനം ഉണ്ടായത്. ആ സമയത്ത് മരിച്ചവരുടെ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നില്ല. എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മരിച്ചവരുടെ എണ്ണങ്ങൾ പുറത്തു വന്നു. 5-ൽ നിന്ന് തുടങ്ങി ഇപ്പോഴിതാ 4300-ലധികം പേർ മരിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രാദേശിക സമയം 7:14 കൂടെ റിക്ടർ സ്കെയിൽ 7.8 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു. അതിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ദിവസം തന്നെ ഒരു 12 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരു ഭൂചലനം, അവിടുത്തെ പ്രാദേശിക സമയം 1:30 വീണ്ടും ഒരു ഭൂചലനം ഉണ്ടായി. റിക്ടർ സ്കെയിൽ 6.5 രേഖപ്പെടുത്തിയ ഭൂചലനമാണ്. അതിന്റെ തുടർചലനങ്ങളായിരുന്നില്ല. ആദ്യത്തെ ഭൂചലനം ഉണ്ടായപ്പോൾ അതിന്റെ തുടർചലനങ്ങളായി സിറിയയിലും സമീപ പ്രദേശങ്ങളിലും നിരവധി സ്ഥലത്ത് ഭൂചലനം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് മറ്റൊരു ഭൂചലനമാണ് രണ്ടാമതുണ്ടായത്. അത് രക്ഷാപ്രവർത്തനത്തെ വളരെയേറെ ബാധിച്ചിരുന്നു. നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഒത്തിരി പേർ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരങ്ങൾ വരുന്നത്. WHO പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോഴുള്ളതിൽ നിന്നും 8 മടങ്ങിലധികം ആളുകൾ മരിക്കാനാണ് സാധ്യത. രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. US-ലും ഇന്ത്യ ഉൾപ്പെടെയുള്ള 45 രാജ്യങ്ങളിൽ നിന്ന് രക്ഷാസേനയും മെഡിക്കൽ ടീമുകളും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും അവരെ സഹായിക്കാൻ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാലാവസ്ഥ പ്രതികൂലമായാണ് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നത്. കാരണം വളരെ മഞ്ഞ് വീഴുന്നതും മഴ പെയ്യുന്നതുമായ വളരെ മോശമായ കാലാവസ്ഥയാണ്. അപകടത്തിൽ വീണ് രക്ഷപ്പെടുന്നവർക്കും ആ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുത ബന്ധങ്ങളെല്ലാം തകർന്നിട്ടുണ്ട്. വരുന്ന സമയങ്ങളിൽ രക്ഷപ്പെട്ടവർക്ക് ഫോണിലൂടെയും വിവരങ്ങൾ പുറത്തെത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ഫിറോസ്. അതേസമയം കരിഷ്മ, ലോകരാജ്യങ്ങളൊക്കെ വല്ലാത്തൊരു നടുക്കം പ്രകടിപ്പിക്കുന്നു. അവരൊക്കെ സഹായ ഹസ്തം നീട്ടുന്നു തുർക്കിക്കും സിറിയയ്ക്കും. അങ്ങനെ ഒരു അത്യന്തം ദയനീയമായ ഒരു സാഹചര്യത്തിലൂടെ തുർക്കിയും സിറിയയും കടന്നു പോവുകയാണ്. നമ്മുടെ രാജ്യം ആദ്യത്തെ സഹായം അയച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ? അതെ ഫിറോസ്, നമ്മുടെ രാജ്യത്തിൽ നിന്നും രക്ഷാസേനയും അതുപോലെ തന്നെ മെഡിക്കൽ ടീമിനെയും അവിടെ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരവിടെ എത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മുടെ രാജ്യം മാത്രമല്ല, US, ജർമ്മനി, ഗ്രീസ് തുടങ്ങിയ 45ഓളം രാജ്യങ്ങളിൽ നിന്ന് രക്ഷാസേനയും അതുപോലെ തന്നെ മെഡിക്കൽ ടീമിനെയും അവിടേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുർക്കിയിൽ ഇത് ആദ്യമായല്ല ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിരവധി തവണ അവിടെ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഭീകരമായ രീതിയിലുള്ള ഭൂചലനം, റിക്ടർ സ്കെയിൽ 7.8 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിന് ശേഷം തന്നെ ലോകത്ത് ഇത്രയും വലിയ ഭൂചലനം രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ തീവ്രത നമുക്ക് അറിയാൻ സാധിക്കും. മുന്നേ 1999-ൽ തുർക്കിയിൽ ഇതുപോലെ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു. അന്ന് റിക്ടർ സ്കെയിൽ 7.6 ആണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ആ സമയത്ത് ഏകദേശം 17,000-ഓളം ആളുകൾ മരിച്ചു എന്നാണ് വാർത്തകൾ വന്നിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നും ഭീകരമായ റിക്ടർ സ്കെയിൽ 7.8 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. എന്നാൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മരണസംഖ്യ ഇനിയും തീർച്ചയായും ഉയരും. കാരണം അത്രയും കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. എയർപോർട്ടിലെ റോഡുകൾ വരെ തകർന്നിട്ടുണ്ട്. അത് കാരണം ഫ്ലൈറ്റുകൾക്ക് ആ പോർട്ടിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 1999-ൽ ഒരു വലിയ ഭൂചലനം ഉണ്ടായി. അന്ന് 17,000-ഓളം ജീവനുകളാണ് തുർക്കിക്ക് നഷ്ടമായത്. ഇപ്പോൾ അതിനേക്കാൾ പ്രഹരശേഷിയുള്ള ഒരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.9 രേഖപ്പെടുത്തിയ ഭൂചലനം. ഇപ്പോൾ തന്നെ മരണം 4000 കടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. മരണസംഖ്യ ഇനിയും ഏറെ ഉയരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യയും മറ്റ് വിദേശ രാജ്യങ്ങളുമൊക്കെ സഹായഹസ്തം നീട്ടിയിട്ടുണ്ട് തുർക്കിക്കും സിറിയയ്ക്കും വേണ്ടി.